ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാത്തിയുടെ വെഡ്ഡിങ് ഡേ ആണ് കേട്ടോ. വെഡ്ഡിങ് ഡേ വ്ളോഗാണ്. അപ്പോൾ രാവിലെ എനിക്ക് കുളിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയത് ഫുൾ ചെടി കേട്ടോ. നമ്മൾ ആർത്തിയുടെ വീട്ടിലായിരുന്നല്ലോ സ്റ്റേ. അപ്പോൾ ആളുടെ അച്ഛനാട്ടി ചെടിയൊക്കെ നോക്കി വളർത്തുന്നത്. എവിടെ നോക്കിയാലും പ്ലാന്റ്സ് ആണ് കേട്ടോ. എവിടെ നോക്കിയാലും പ്ലാന്റ്സ് തന്നെയാണ്. അങ്ങനെ അകത്തോട്ട് ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളും നടക്കണം. കാരണം നമുക്ക് ഡാൻസ് ഉണ്ടായിരുന്നു അന്ന ദിവസം. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അടിപൊളി ഇഡ്ഡലിയും ദോശയും നല്ല സൂപ്പർ സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഇത് ഓരോരുത്തരും അവിടേക്ക് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം കുളിച്ചുകൊണ്ട് തന്നെ വേഗം പോയി ഡ്രസ്സ് മാറി. ഹെയറും ചെയ്തില്ല, പെട്ടെന്ന് ഡ്രസ്സ് മാറി. കാരണം ഇത്രയും പേര് കുളിച്ച് റെഡി ആവാനുണ്ടല്ലോ. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവരും പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എന്തോ വെൽക്കം ഡാൻസ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസിങ്ങാണ് അവർ. അങ്ങനെയാണ് നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ പുറത്ത്. കാരണം രാവിലെ ഒരു വിധം തെളിഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ ഇറങ്ങാറൊക്കെയപ്പോൾ അടിപൊളി മഴയാണ്. പിന്നെ ഒന്നും നോക്കില്ല, വേഗം ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ വേഗം തൊട്ടടുത്ത് തന്നെയായിരുന്നു ഓഡിറ്റോറിയം. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫാത്തി നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിട്ടാണ് ഇരിപ്പുണ്ടായിട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ പോയി സംസാരിച്ചിട്ടോ. കാരണം പിന്നെ സ്റ്റേജിലൊക്കെ വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നേരെ അവിടെ പോയി സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചെക്കൻ വന്നത് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ ആൾക്കാരും എല്ലാവരും കൂടെ നമ്മളിങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാട്ടും എന്താ പറയുക കൈയോട്ടും എല്ലാം ഫുൾ വൈബിൽ നമ്മൾ ചെക്കനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം എല്ലാവരും കൂടെ. അങ്ങനെ അതാ ചെക്കൻ സ്റ്റേജിൽ കയറി. പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് അവർക്ക് എന്തൊക്കെയോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പോൾ അതിനാണ് ആ ചെയർസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ബ്രൈഡിനെ നമ്മൾ സ്റ്റേജിലോട്ട് കൊണ്ടുവരട്ടോ. അപ്പോൾ സെയിം ചെക്കന് എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഫാത്തിയുടെ കസിൻസും അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തിട്ട് അടിപൊളി മ്യൂസിക് വെച്ചിട്ട് അവളുടെ എൻട്രി അങ്ങനെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ശരിക്കും. ഈ ഒരു മൊമെൻറ്റ് എന്താ പറയുക, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തെന്നൊരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരും ഈ ഫാത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ അബി ആയിക്കോട്ടെ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി കാത്തിരുന്നിട്ട് ഒരു ദിവസം തന്നെയാണത്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി കേട്ടോ. പിന്നെ അതിലുണ്ടായൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡ് ഗ്രൂമിന് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അതായത് അവൾ പാട്ട് പാടി. അത് എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ട് ആരും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിനാൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി. ആ ഒരു മൊമെൻറ്റും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ അതാ എല്ലാവരും ആ ഒരു പാട്ടിലൊക്കെ എൻജോയ് ചെയ്ത് ഫുൾ വൈബായിരുന്നു കേട്ടോ മാരേജ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നമ്മുടെ മണവാട്ടീനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാം കേട്ടോ. അവിടെ ചെക്കൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് സ്റ്റേജിലോട്ട് കൊണ്ടുവരാണ് നമ്മുടെ മണവാട്ടീനെ. പിന്നെ ഇത് ആൾ രണ്ടിങ്ങനെ കറക്കമൊക്കെ ചെയ്യുന്നു കേട്ടോ. ശരിക്കും എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളിങ്ങനെ സൈഡിൽ നിന്നിട്ടിങ്ങനെ അയ്യോ വല്ലാത്തൊരു ഫീലായിരുന്നു നമുക്കത് കാണുമ്പോഴാണെങ്കിലും. ആളും ഹാപ്പി. അതിൽ എന്താ പറയുക ഫാത്തി ആയിക്കോട്ടെ അബി ആയിക്കോട്ടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ. സോ ഞങ്ങളും അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സോ അപ്പോൾ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു. പിന്നെ പറയണ്ടല്ലോ ഫോട്ടോ സെക്ഷൻ്റെ ഒരു ചാകരയാണ് കല്യാണം എന്ന് പറഞ്ഞില്ല. പിന്നെ നമുക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് നമ്മളോട് നിന്ന് ഒരു കമൻറ്റ് അടിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ പിന്നെ അവിടെ എന്തൊക്കെയോ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ പേര് ഫോട്ടോ എടുക്കാൻ കയറുന്നുണ്ട്. പിന്നെ ആളുടെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഫുള്ള് ഫോട്ടോ വൈബായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇത് ചെക്കൻ്റെ ഫാമിലി ആട്ടോ ഇത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൻ്റെ ഫ്രണ്ട്സ് അതായത് ഫാമിലി ഫോട്ടോസ് എടുക്കാൻ കയറിടയ്ക്ക് ആളുടെ ഫ്രണ്ട്സും കയറിയിട്ട് ഫുൾ വൈബാണ്. എന്തെങ്കിലുമൊക്കെ പാട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കയറി അടിപൊളി വൈബൊക്കെയാണ്. അതിനിടയ്ക്ക് ചെക്കനൊക്കെ എടുത്ത് പൊക്കി എറിയുന്നൊക്കെ ഉണ്ട് ഇതിനകത്ത്. ചെക്കൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ കസേര എവിടെ എടുത്താണ് എല്ലാവരും പൊക്കി എറിയണം ചെക്കനെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്താ പറയുക പിന്നെ നമ്മളൊരു ഓൾമോസ്റ്റ് ഉച്ച കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ താഴത്തോട്ട് പോയി. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല വയറിറച്ച് ഫുഡ് അടിച്ചു. ഫുഡ് കഴിച്ചാൽ പിന്നെ ഐസ്ക്രീം മസ്റ്റാണല്ലോ. അപ്പോൾ നേരെ പോയി ഐസ്ക്രീമും കഴിച്ച് ഞങ്ങളത് തിരിച്ച് സ്റ്റേജിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഇതാ അവിടെ ഡാൻസ് അടക്കാം കേട്ടോ. ഞങ്ങൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ ബ്രൈഡാണ് ആ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വേഗം സ്റ്റേജിൻ്റെ അടുത്തോട്ട് പോയി. കാരണം അത് കേട്ട് ഞങ്ങൾക്ക് ഡാൻസും ഉണ്ട്. അപ്പോൾ വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങളും കളിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്നാലും അതൊക്കെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഭയങ്കര ഒരു സംഭവമായിരുന്നു. എന്നാലും അതൊക്കെ സെറ്റായി. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ചെക്കനും പെണ്ണ് വീട്ടിന് പോകണം. അതുപോലെ തന്നെ നമുക്കും തിരിച്ച് വീട്ടിൽ പോകണം. കാരണം നമ്മളവിടെ ആർദ്ര വീട്ടിൽ സ്റ്റേ ആയിരുന്നു. സോ ഞങ്ങളത് ആർദ്ര വീട്ടിലോട്ട് പോവാണ്. കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാനായിട്ട്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.